ഞാനൊരു മടിച്ചിയാണ് ഗെയ്സ്, മടിച്ചിയാണ്. എനിക്ക് പേടിയാണ്. ഹലോ ഗെയ്സ്, ഞാനെന്താ ഈ കോലത്തിൽ നിന്നല്ലേ? അല്ല, സാധാരണ ഈ കോലത്തിൽ കാണല്ലേ, ഈ കോലത്തിന് എന്താല്ലേ കുഴപ്പം? അപ്പം നമ്മളൊക്കെ സ്കിൻ കെയറൊക്കെ നോക്കുന്നവരായിരിക്കും, പ്രത്യേകിച്ച് ഫേസൊക്കെ ഒന്ന് വെളുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും, ഗ്ലോ ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ഇവരൊക്കെ കിച്ചണിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാരി തേക്കലുണ്ട് എന്നുള്ളതൊക്കെ കേട്ടു. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഞാനൊരു മടിച്ചിയാണ് ഗേസ്, മടിച്ച്. എനിക്ക് മുഖത്ത് ഫേസിലൊക്കെ ഇത് തേക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ മടി കാരണം നടക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫേസിന് വേണ്ടിയിട്ട് ഒരു കെയർ മാത്രമേ നോക്കലുള്ളൂ. എപ്പോഴെങ്കിലും വല്ലപ്പോഴും മാത്രം, അത് മാസത്തിലല്ല 2 മാസമൊക്കെ കൂടുന്നേരം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, മുൾട്ടാണി മുൾട്ടി. ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഈ സംഭവം. അപ്പോൾ ഇതതിൻ്റെ ബദാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഞാനൊരു പേക്ക് വാങ്ങി ഇതിൽ ഇട്ട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയാൻ എനിക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം ഞാനിത് വല്ലപ്പോയി 2-3 മാസം കൂടുന്നേരം ഒന്ന് തേച്ചത് കൊണ്ട് അതിലെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്, മാരക ഗുണമുണ്ടോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്നാലും ഞാൻ എന്തിനാണെന്നറിയാതെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഞാനത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നു. ഓക്കെ, മുൾട്ടാണി മുൾട്ടി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാല്, പിന്നെ അതിലേക്ക് മുൾട്ടാണി മുൾട്ടി കുറച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് തേനാണ്. ഇത് 3ഉം കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പം ഗെയ്സ്, നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തു. പാലും തേനും മുൾട്ടാണി മുൾട്ടിയും കൂടി മിക്സ് ചെയ്തു ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ ചെയ്ത് നോക്കല്ലേ. ഇത് നല്ല കൊഴുപ്പും ടൈറ്റും ആയിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു ചളിയൊക്കെ നമ്മൾ മുഖത്ത് തേക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കല്ല, എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ ഗെയ്സ്, നമ്മൾ പുരട്ടിയിട്ടുണ്ട്. ഇനി കഴുത്തിൽ പുരട്ടണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴുകിക്കളയാം. അപ്പം ഞാൻ 20 മിനിറ്റ് ആട്ടെ കേട്ടോ. എനിക്ക് പേടിയൊന്നും. അപ്പം ഗെയ്സ്, നമ്മളെ ഫേസ് ഇതാ ഉണങ്ങി വന്നിട്ടുണ്ട്. 20 മിനിറ്റായി. അപ്പം നമ്മൾ പോയി ഇതൊക്കെ വാഷ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കല്ലേ. നമ്മളിപ്പോൾ ഭയങ്കര മാറ്റം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കേണ്ടി വരും. ഒരാഴ്ചയിലെങ്കിലും ആഴ്ച കൂടുന്നേരെങ്കിലും നമ്മൾ തേക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്യലില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഇപ്പം നല്ല തണുപ്പും നല്ല സ്മൂത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ രൂപത്തിലേക്ക് തന്നെ മാറും. എന്നാൽ പോലും നല്ലൊരു സോഫ്റ്റും കാര്യങ്ങളും നമുക്കുണ്ടാവും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നെങ്കിൽ ഇതിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല, ഞാനിത് ചെയ്യലുണ്ട് എന്നുള്ളത് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിഷ്ടമാണ് ചെയ്യാൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.